ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ HF ഡീലക്സ് വണ്ടി റിപ്പയറിങ്ങിനായിട്ട് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്ന കംപ്ലയിൻറ്റുകളേ, ഒന്ന് എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, പിന്നെ ഓയിലൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹെഡ്ലൈറ്റ് വൈസറൊക്കെ മൊത്തം പൊട്ടിക്കിടക്കാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിക്കേറ്ററുകൾ തെളിയുന്നില്ല. അതേപോലെ തന്നെ സ്പീഡോമീറ്റർ, ഫ്യൂൽ മീറ്റർ, അതായത് സ്പീഡോമീറ്ററും പെട്രോൾ അടിക്കുന്ന പെട്രോൾ മീറ്ററും കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗിയർ മാറ്റുന്ന സമയത്ത് ചാടി പിടിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റ്. പക്ഷെ എന്നിട്ടാണ് നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. നമുക്ക് ആ കൂടി ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ കുറച്ച് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കേബിൾ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്, വൈസർ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ സൈഡ് ലീക്കിൻ്റെ കേസ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ഈ സൈഡ് പ്ലഗ് റബ്ബറും പോയിട്ടുണ്ട്, സ്പോക്കറ്റ് സൈഡ് ഓയിൽ സീലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഈ പ്ലഗ് റബ്ബറൊക്കെ പോകാനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് എൻജിൻ ഓയിൽ ഒഴിച്ചേക്കുന്നത് ലെവൽ വളരെ കൂടുതലാണ്. സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ഓയിലാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ച് കറക്റ്റ് ആ ലെവലിലേക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ 2 സ്റ്റെപ്പ് മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ എൻജിൻ ഓയിലിൻ്റെ അവസ്ഥ. അതായത് നമുക്ക് 900 മില്ലി ഓയിൽ മതി. അതല്ല, ഓയിൽ കൂടുതൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓയിൽ സീലിൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരെയും ലീക്കേജ് കാര്യങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ കറക്റ്റ് ഓയിൽ ലെവൽ നമുക്ക് പാടുള്ളൂ. 900 മില്ലി ഓയിലാണ് നമുക്ക് ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് ലെവൽ കറക്റ്റ് ആക്കിയേക്കാം. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേബിൾ പോയേക്കണം. അപ്പോൾ മീറ്റർ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ കേസ് റെഡി ആയിക്കോളും. ഈ പെട്രോൾ മീറ്റർ കാണിക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ടാങ്കിനകത്ത് വരുന്നൊരു ഫ്ലോട്ട് ഉണ്ട്. ടാങ്കിൻ്റെ പെട്രോളിൻ്റെ അളവ് കാണിക്കുന്നൊരു ഫ്ലോട്ട് ഉണ്ട്. ആ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റാണ് ഫ്യൂൽ മീറ്റർ. പെട്രോളിൻ്റെ അളവ് കാണിക്കാത്ത മീറ്റർ കംപ്ലയിൻറ്റ് വന്നേക്കണതിൻ്റെ കാരണം പെട്രോൾ ടാങ്കിനകത്ത് വരുന്ന ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതഴിച്ച് മാറ്റിയാലാണ് ആ ഭാഗം റെഡി ആവുള്ളൂ. പിന്നെ ഈ സൈഡ് ലെഫ്റ്റ് മിറർ, ഇൻഡിക്കേറ്റർ അല്ല, ഈ ഗ്ലാസ് കണ്ണാടി പൊട്ടിയിരിക്കണേ. വേണമെങ്കിൽ കൂട്ടത്തിക്കൂടെ നമുക്ക് അതും കൂടി എസ്റ്റിമേറ്റിനെ ഉൾപ്പെടുത്തിയേക്കാം. വേണമെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റാവുന്നതാണ് കേട്ടോ. എന്തായാലും നമുക്കത് വലിയ താമസിച്ചാണ്ട് ചാടി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമം ആയാണ് നിൽക്കണേ. ഇപ്പോൾ നിലവിൽ ഒന്നുപോലെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിടാം, ടൈറ്റ് ചെയ്തിടാം. അതല്ലെങ്കിൽ അഴിച്ച് ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരും. അഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്രേക്ക് ലൈനർ മാറ്റിയിടേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിൽ ഒന്നുപോലെ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമുക്ക് അഴിച്ച് ബ്രേക്ക് ലൈനർ മാറ്റാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഇത്ര വർക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എസ്റ്റിമേറ്റ്, അതായത് വൈസർ, ഹെഡ്ലൈറ്റ് അടക്കം ബാക്കിയത്തെ ഓയിൽ ലീക്കിൻ്റെ കേസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. നമുക്ക് ജനറലായിട്ട് സർവീസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന കേസ് മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ. ജനറലായിട്ട് സർവീസ് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് നോക്കി റിപ്പയർ ചെയ്യുള്ളൂ. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. അല്ലാത്ത വർക്കുകൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്ത് കംപ്ലയിൻ്റ് ആണോ പറയുന്നത് ആ കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ നോക്കുകയുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ വർക്ക് ചെയ്യണത്. കാരണം ജനറൽ സർവീസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആ രീതിയിലുള്ള വർക്കിൻ്റെ അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുള്ള എസ്റ്റിമേറ്റ് പാർട്സുകൾ റിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന എസ്റ്റിമേറ്റ് എമൗണ്ടാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.